ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വെല്ലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി കൊണ്ടൊരു കട്ട്ലൈറ്റാണ്. അതിന് ഞാൻ 1/2 കിലോ നെത്തോലി ഞാൻ ക്ലീൻ ചെയ്ത് മുള്ളെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നെത്തോലി ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ മീൻ വേകുന്നതനുസരിച്ച് നമുക്ക് സവാള 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. എടുത്തിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ആക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്, 2 മീഡിയം സവാള കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, നെത്തോലി നല്ല വേവിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്താണ് വേവിച്ചിട്ടുള്ളത് നെത്തോലി. ഇഞ്ചിയും പച്ചമുളകും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് റൊട്ടിപ്പൊടി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി നോക്കാം. പിന്നെ അകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാനത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രമാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. പാത്രത്തിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാൻ അല്പം ഉപ്പുകൂടെ ഉള്ളി വഴറ്റുമ്പോഴേ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം കൂടെ ഒന്ന് ആവാനുണ്ട്. സവാള ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല, അതായത് ഒരു ടീസ്പൂണ് ഗരം മസാലയും ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുളക്കിഴങ്ങ് നന്നോട് ഉടയണം. അപ്പം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെത്തോലിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ തണുത്താലേ നമുക്കിത് കൈ കൊണ്ട് പരത്തി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്കുള്ള മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പ്ലേറ്റിന് ഉള്ള ഇതെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അത് റെഡിയാക്കി കട്ട്ലൈറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് പാത്രം അടുപ്പത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിനെ ഞാൻ മുട്ടയിൽ മുക്കുന്നു. റൊട്ടിപ്പൊടിയാണ്, റൊട്ടിപ്പൊടിയിൽ ഒന്ന് മുക്കി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലൈറ്റ് വെന്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ കട്ട്ലേറ്റ് ഒരു വശം വെന്തിട്ടുണ്ട്, നന്നായിട്ട് ചോദിട്ടുണ്ട്. അത് ചെറിയ തീയിൽ വെച്ചിരിക്കണം. എന്തെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ഉള്ളൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് വേകട്ടെ. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഇന്നത്തെ നെത്തോലി കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.